quality learning powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഹീറ്റ് ഉപയോഗിക്കുമ്പോൾ, ഹീറ്റ് ഉണ്ടാകുമ്പോൾ വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ ചിത്രം ശരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഊർജ്ജ രൂപങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. കുറച്ച് ഊർജ്ജ രൂപങ്ങളൊക്കെ ഇവിടെ എന്തിലൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, അത് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് നമ്മൾ ഇതിൽ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നോക്കിക്കേ. ഒബ്സർവ് ദ പിക്ചർ, വിച്ച് എനർജി ഫോംസ് ആർ യൂട്ടിലൈസ്ഡ് ഹിയർ. ഇവിടെ ഏതൊക്കെയാണ് ഊർജ്ജ രൂപങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? ലൈറ്റ് എനർജി ഉണ്ട്, പിന്നെ സോളാർ എനർജി, ഹീറ്റ് എനർജി, പിന്നെ ഏതാണ്? വിൻഡ് എനർജി, മെക്കാനിക്കൽ എനർജി, വേവ് എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. പ്രകാശോർജം, സൗരോർജം, താപോർജം, പിന്നെ കാറ്റിൽ നിന്നുള്ള ഊർജം, യാന്ത്രികോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വൈദ്യുതോർജം എന്നിവയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഊർജ്ജരൂപങ്ങൾ. ഇപ്പം നമ്മൾ ഊർജ്ജരൂപങ്ങൾ കണ്ടു. ഇതിൽ വിച്ച് ആർ ദ വേരിയസ് സിറ്റുവേഷൻസ് വേർ ഹീറ്റ് എനർജി ഈസ് യൂസ്ഡ്. അതായത് താപോർജം പ്രയോജനപ്പെടുത്തുന്ന, ഹീറ്റ് എനർജി എന്ന് പറഞ്ഞ താപോർജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ സമയത്താണ് നമ്മൾ താപോർജം യൂട്ടിലൈസ് ചെയ്യുന്നത്? എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫോർ കുക്കിംഗ്, പിന്നെ ഡ്രൈയിങ് ഓഫ് ക്ലോത്ത്സ്, അയേണിങ് ഓഫ് ക്ലോത്ത്സ്, ഡ്രൈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, എയർ കണ്ടീഷണർ, വെൽഡിംഗ്, ഡ്രയർ, ഹീറ്റർ ആൻഡ് റെഫ്രിജറേറ്റർ അല്ലേ? ഇതിലൊക്കെയാണ് നമ്മൾ താപോർജം ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ താപോർജം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കണ്ടു. ഈ താപോർജം ജലത്തിൻ്റെ അവസ്ഥയിൽ വല്ല മാറ്റങ്ങളും വരുത്താറുണ്ടോ? ഉണ്ട്, ഇല്ലേ? അതായത് ജലത്തിൻ്റെ ഒരു ഖരരൂപമാണ്, അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ് ഇത് ഐസ് എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ് എന്ത്? ഐസ്. വായുവിൽ ഐസ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയറിൽ ഐസ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് മെൽറ്റ് ആവുന്നു അല്ലേ? ഐസ് ഉരുകിയിട്ട് എന്താവുകയാണ്? വാട്ടർ ആവുകയാണ് ചെയ്യുന്നത്, വെള്ളമാവുകയാണ് ചെയ്യുന്നത്. ജലം തിളപ്പിച്ചാൽ, അല്ലെങ്കിൽ വാട്ടർ ബോയിൽ ചെയ്താൽ എന്താ ഉണ്ടാവുക? ആ വാട്ടർ എന്ത് ചെയ്യും? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും, ഗ്യാസ് സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ നീരാവിയായിട്ട് അത് ഉയർന്നു പോകും അല്ലേ? അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ താപം പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ ഈ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജം സ്വീകരിക്കുന്നു. എന്നിട്ട് അവയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നു ഇല്ലേ? അതിനുള്ള ഉദാഹരണമാണ് എന്ത്? ഐസ് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടർ കൂൾ ചെയ്യുമ്പോൾ എന്ത് ആവുന്നു? ഐസായിട്ട് മാറുന്നുണ്ട് ഇല്ലേ? അതായത് ജലത്തിന്, വാട്ടറിന് ചൂട് നൽകിയിട്ട് അതിനെ നീരാവിയാക്കുന്നതും, അല്ലെങ്കിൽ ഐസിന് ചൂട് നൽകിയിട്ട് അത് വാട്ടർ ആക്കുന്നതും, ജലത്തിൽ നിന്ന് ചൂട് നീക്കം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് നീക്കം ചെയ്തിട്ട്, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഐസാക്കി മാറ്റുന്നതും നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ താപോർജമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അല്ലേ? താപോർജം ഉപയോഗിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ 2 പാത്രങ്ങളിൽ, ഒന്നിൽ തണുത്ത വെള്ളം എടുക്കുക, മറ്റേതിൽ ചൂടുവെള്ളം എടുക്കുക. ഓക്കെ, രണ്ടിലും ഒരേ അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. എന്നിട്ട് ഒരേ വലിപ്പമുള്ള 2 ഐസ് കട്ടകൾ ഈ ചൂടുവെള്ളത്തിലും ഒരെണ്ണത്തിൽ തണുത്ത വെള്ളത്തിലും ഇടുക. ഓക്കെ, അപ്പം ഏതിലാണ് പെട്ടെന്ന് ഐസ് ഉരുകുന്നത്? ഏതിലാണ് പെട്ടെന്ന് ഐസ് ഉരുകിത്തീരുക? നമുക്ക് ചിന്തിച്ചറിയാം ഏതിലാണ്. ചൂടുവെള്ളത്തിലിട്ടതാണ് പെട്ടെന്ന് ഐസ് ഉരുകിത്തീരുക അല്ലേ? അപ്പോൾ അവിടെ എന്താ ചൂടുവെള്ളത്തിലിട്ട് അത് ഐസ് ഉരുകാൻ കാരണം? അതായത് ഐസ് ഉരുകാൻ എന്താവശ്യമാണ്? ഹീറ്റ് ആവശ്യമാണ്, താപം ആവശ്യമാണ് അല്ലേ? അപ്പം ജലത്തിൽ നിന്ന് താപം ആഗിരണം ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് സ്വീകരിച്ചിട്ടാണ് ഐസ് ഉരുകുന്നത് അല്ലേ?
താപം ജലത്തിൽ നിന്ന് അപ്പം അല്ലെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ നിന്ന് താപം സ്വീകരിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, ആ ഐസ് മെൽറ്റ് ചെയ്യുന്നത് അല്ലേ. ഹോട്ട് വാട്ടറിൽ ഐസ് ക്യൂബ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ കാരണം അതിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അല്ലേ. ആ ഐസ് ക്യൂബ് വാട്ടറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പെട്ടെന്നത് ഫാസ്റ്ററായിട്ട് പെട്ടെന്നത് ഉരുകുന്നു. ഹിയർ ഹീറ്റ് എനർജി ഈസ് ദ എനർജി ഫ്രം വിച്ച് heat energy is the energy from which converts state of ice from the solid to liquid. അതായത് നമ്മൾ ഇവിടെ ഹീറ്റ് എനർജി സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ താപോർജ്ജം സ്വീകരിച്ചിട്ട് ഐസ് എന്ന ഖരപദാർത്ഥത്തിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വെള്ളം എന്ന അല്ലെങ്കിൽ വാട്ടർ എന്ന ദ്രാവക രൂപത്തിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് സ്വീകരിക്കുന്നത്, താപോർജ്ജമാണ് സ്വീകരിക്കുന്നത്, ചൂടാണ് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐസിനെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റിയത് എന്താണ്, താപോർജ്ജമാണ്. അതായത് ഐസിനെ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് എന്താണ്, ഹീറ്റ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തൊരു കൺക്ലൂഷനിലെത്താൻ സാധിക്കും, പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ്ജരൂപമാണ് എന്ത്, താപം എന്ന് പറയുന്നത്. അപ്പം എന്താണ് താപം എന്ന് പറയുന്നത്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ്ജരൂപമാണ് അല്ലെങ്കിൽ ഫോം ഓഫ് എനർജിയാണ് എന്ത്, ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ആര് തമ്മിലാണ് താപം കൈമാറിയത്? ജലവും ഐസും തമ്മിൽ അല്ലേ. ചൂടുവെള്ളവും ഐസും തമ്മിലാണ് അവിടെ താപം കൈമാറിയത് അല്ലേ. അപ്പോൾ ഇൻ ദിസ് ചേഞ്ച് ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ ഐസ് ആൻഡ് വാട്ടർ. ഇവിടെ എന്താണ് താപം കൈമാറിയിട്ടുള്ളത്, എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഹീറ്റ്, ഐസ് ആൻഡ് വാട്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് എ ഹീറ്റ്, അതായത് താപത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് എ പോട്ട് ഓഫ് റൈസ് ബീങ് കുക്ക്ഡ് ഓൺ എ ഗ്യാസ് സ്റ്റൗ. അതായത് ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചിട്ട് അരി പാചകം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, താപം അതിലേക്ക്, അതായത് വെള്ളം എങ്ങനെയാണ് തിളയ്ക്കുന്നത്, റൈസ് എങ്ങനെയാണ് അവിടെ കുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ദ ഫ്ലെയിം ഓൺ ദ സ്റ്റൗ. ആദ്യം നമ്മൾ തീ കത്തിക്കുന്നു സ്റ്റൗവിൽ അല്ലേ, അവിടുന്ന് ഹീറ്റ് ഉണ്ടാവുന്നു. ആ ഹീറ്റ് എവിടേക്ക് കിടക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, വെസലിലേക്ക് കിടക്കുന്നു. വെസലിൽ നിന്ന് ഹീറ്റ് എങ്ങനെ കിടക്കണേ, വാട്ടർ ഇൻ ദ വെസലിൽ നിന്ന് വെസലിൻ്റെ ഉള്ളിൽ വാട്ടറിലേക്ക് ഹീറ്റ് കിടക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് റൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ റൈസ് കുക്കാവുന്നു അല്ലേ. റൈസ് ഗെറ്റ്സ് കുക്ക്ഡ് when the heat radiating from the flame of the stove is transferred through the pot and water and reaches the rice അല്ലേ. അതായത് സ്റ്റൗവിൻ്റെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന ആ താപം അല്ലെങ്കിൽ ഹീറ്റ് പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി എവിടേക്ക് എത്തിച്ചേരുന്നു, അരിയിൽ എത്തുന്നു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, റൈസ് കുക്കാവുന്നത്, അരി വേവുന്നത് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് കംപ്ലീറ്റ് ആക്കുക. ദ ഫ്ലെയിം ഓൺ ദ സ്റ്റൗ, ദെൻ ഹീറ്റ് അപ്പോൾ ഹീറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, വെസലിലേക്ക്. ദെൻ ഹീറ്റ് എവിടേക്കാണ്, വാട്ടർ ഇൻ ദ വെസൽ. ദെൻ ഹീറ്റ് എവിടേക്കാണ്, റൈസിലേക്ക്. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ആണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റൈസ് കുക്കാവുന്നു. ഓക്കെ, ഹീറ്റ് ഫ്രം ദ ഫ്ലെയിം റീച്ച് ദ റൈസ് ത്രൂ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് താപം ഒന്നിൽ നിന്ന് മറ്റൊന്നിൽ എത്തിച്ചേരുന്നത് താപ കൈമാറ്റം മുഖേനയാണ് അല്ലേ. താപം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വെസലിൽ നിന്ന് വാട്ടറിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെ വഴിയാണ്, താപ കൈമാറ്റം മൂലമാണ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ മുഖേനയാണ്. ഓക്കെ, അപ്പോൾ അതൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്ത് പഠിച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ.
എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ താപപ്രേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ താപപ്രേഷണം റിഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താപം പ്രവഹിക്കുന്നതാണ് അല്ലെങ്കിൽ ഹീറ്റ് പ്രവഹിക്കുന്നതാണ് എന്ത് പറയുന്നത്, താപപ്രേഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, വാട്ട് ഹാപ്പൻസ് ടു ദ പോട്ട് ആഫ്റ്റർ ടേണിംഗ് ഓഫ് ദ ഗ്യാസ് സ്റ്റവ് ഫോർ എ വൈൽ? വൈ ഡസ് ദ പോട്ട് ലോസ് ഹീറ്റ്? ഡസ് ദ പോട്ട് എലോൺ ലോസ് ഹീറ്റ്? ഡോണ്ട് ദ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ഓൾസോ ലോസ് ഹീറ്റ്? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് ആ ചൂട് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൽ നിന്ന് എവിടേക്കാണ് പദാർത്ഥങ്ങളിൽ, അതിലുള്ള പദാർത്ഥത്തിന് അല്ലെങ്കിൽ വാട്ടറിൽ അല്ലെങ്കിൽ ഇപ്പം എന്താണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ പദാർത്ഥങ്ങളിലെയും ചൂട് നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ താപം അല്ലെങ്കിൽ ആ ചൂട് അല്ലെങ്കിൽ ആ ഹീറ്റ് നഷ്ടപ്പെടാൻ കാരണം? എന്താണ് അങ്ങനെ പാത്രത്തിന് ആ ചൂട് നഷ്ടപ്പെടാൻ കാരണം, ആ താപം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതായത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സറൗണ്ടിങ്സ് നോട്ട് ഓൺലി ഫ്രം ദ പോട്ട് ബട്ട് ഓൾസോ ഫ്രം ദ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ഇറ്റ്. This results in heat loss to the vessel and its contents. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, പാത്രത്തിനും അതിലെ ചൂടായ വസ്തുക്കൾക്കും ക്രമേണ താപം നഷ്ടപ്പെട്ടിട്ട് അവ തണുക്കുന്നു അല്ലേ? ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കുന്നു. ചൂടായ വസ്തുക്കൾ ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യുകയും പാത്രത്തിനും അതിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിലായോ? അതായത് അവർ പാത്രത്തിൽ അല്ലെങ്കിൽ പാത്രത്തിനുള്ള പദാർത്ഥങ്ങളിലെയും ചൂട് അവർ ചുറ്റുപാടിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് താപപ്രേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. താപം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫലമായിട്ട് പാത്രത്തിലെയും അതിനുള്ളിലെ പദാർത്ഥങ്ങളിലെയും താപനഷ്ടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് അതിലെ താപം കുറയുക അല്ലെങ്കിൽ ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. അത് സറൗണ്ടിങ്സിലേക്ക് താപം കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. താപപ്രേഷണം നടക്കുന്നത് എങ്ങോട്ടാണ്? ചുറ്റുപാടിലേക്കാണ്, സറൗണ്ടിങ്സിലേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് പാത്രത്തിലെയും അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെയും ആ പാത്രത്തിനുള്ളിലെ പദാർത്ഥങ്ങളുടെയും ചൂട് കുറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്സ്, അതായത് താപപ്രേഷണം ഖരവസ്തുക്കളിൽ എന്ന ഭാഗം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും കുറേ വസ്തുക്കളുണ്ട് ഇല്ലേ? ഖരാവസ്ഥയിലുള്ള വസ്തുക്കളുണ്ട്, ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ ഉള്ള വസ്തുക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ താപപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് എല്ലാം ഒരുപോലെയാണോ? നമുക്ക് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു അലുമിനിയം കമ്പി എടുക്കുക, മുട്ടസൂചികൾ എടുക്കുക, മെഴുകുതിരി എടുക്കുക, തീപ്പെട്ടി എടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ കണ്ടോ? ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ അലുമിനിയം കമ്പിയിൽ മെഴുക് ഉപയോഗിച്ച് തുല്യ അകലത്തിൽ എന്ത് ചെയ്യുക? മുട്ടസൂചികൾ ഒട്ടിക്കുക. മെഴുക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെഴുകുതിരിയുടെ മെഴുക് ഉപയോഗിച്ചിട്ട് ഈ മുട്ടസൂചികൾ തുല്യ അകലത്തിൽ ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ അലുമിനിയം കമ്പിയുടെ ഒരറ്റത്ത് ചൂടാക്കുക. എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ എന്താണ്ടാവുക? ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഹീറ്റ് ആ റോഡിലേക്ക് അല്ലെങ്കിൽ ആ അലുമിനിയം റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച അലുമിനിയത്തിൻ്റെ കമ്പിയില്ലേ, അതിലേക്ക് ഹീറ്റ് അങ്ങോട്ട് പിടിക്കും, ചൂടാവും. അപ്പോൾ ചൂടാവണതിനനുസരിച്ച് ഇങ്ങനെ ആ നമ്മുടെ പിന്നുകൾ, നമ്മൾ മുട്ടസൂചി ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, ആ പിന്നുകൾ പതുക്കെ എല്ലാം താഴെ വീണത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് താഴെ വീഴണത്? നമ്മൾ ഓരോ അകലത്തിലാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏതായിരിക്കും ആദ്യം താഴെ വീണിട്ടുണ്ടാവുക? അതായത് നമ്മൾ ഒരറ്റത്തു നിന്നല്ലേ ചൂടാക്കിയിട്ടുള്ളത്, ആ അറ്റത്ത് നിന്ന് തുടക്കത്തിൽ മുട്ടസൂചി ആയിരിക്കും ആദ്യം താഴെ വീഴുക, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ ഒരു ഓർഡറിലായിരിക്കും അത് താഴെ വീഴുക. എന്താണ് അതിന് കാരണം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഏറ്റവും ആദ്യം താഴെ വീണത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞേ? മെഴുകുതിരി ജ്വാലയുടെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചതിൻ്റെ ഏറ്റവും അടുത്തുള്ള മുട്ടസൂചി ആയിരിക്കും ഏറ്റവും ആദ്യം താഴെ വീഴുക അല്ലേ? ഏറ്റവും അകലിരിക്കണതായിരിക്കും ഏറ്റവും അവസാനവും താഴെ വീഴുക അല്ലേ? അപ്പോൾ അലുമിനിയം കമ്പിയിലൂടെ താപം ഒരറ്റത്ത് നിന്ന്
മറ്റേ അറ്റത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചൂടായിട്ട് വരികയാണ്, ഒരറ്റത്തു നിന്ന് ചൂടായിട്ട് മറ്റേ അറ്റത്തേക്ക് എത്തണ്ടേ. അപ്പോൾ ഏറ്റവും ആദ്യം ചൂടായത് ഏറ്റവും ആദ്യം വീഴണം, മനസ്സിലായി. ഏറ്റവും ആദ്യത്തെ കമ്പിയിലൊട്ടിച്ച് വെച്ച മെഴുകുതിരിയുടെ കമ്പിയിലൊട്ടിച്ച് വെച്ച മുട്ടുസൂചി വീഴണം, പിന്നെ ഏറ്റവും അവസാനം വീഴുന്നത് അല്ലേ. അപ്പോൾ അലുമിനിയം കമ്പിയിലൂടെ താപം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പ്രേഷണം ചെയ്യുന്നു, അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണ് ഇങ്ങനെ മുട്ടുസൂചികൾ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വീഴാൻ കാരണം, മനസ്സിലായോ. This is due to the flow of heat from the hot end to the other end through aluminium. Due to the flow of heat from the hot end to other end through aluminium. ഓക്കെ, മനസ്സിലായില്ലേ. അതായത് അലുമിനിയം കമ്പിയിലൂടെ താപം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പ്രേഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. മുട്ടുസൂചികൾ ഏറ്റവും ആദ്യത്തെ മുട്ടുസൂചി താഴെ വീഴാൻ കാരണം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അലുമിനിയത്തിന് പകരം ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ ഇരുമ്പ് കമ്പിയൊക്കെ മറ്റേതെങ്കിലും ലോഹ കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരിക്കും നമുക്ക് സംഭവിക്കുക. ഇതുപോലെ തന്നെയാണ് ഇതുപോലത്തെ വസ്തുക്കളിലൊക്കെ ഇതേപോലെയാണ് താപകൈമാറ്റം നടക്കുന്നത്. ഗ്ലാസ് റോഡ് ഉപയോഗിച്ചാലും ഇതുപോലെ നിരീക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും, പക്ഷെ മുട്ടുസൂചികൾ വീഴുന്നത് വളരെ സാവധാനത്തിലാണ്, അതിൽ ചൂട് പിടിച്ച് വരുന്നത് വളരെ സാവധാനത്തിലാണ്. ലോഹത്തിൻ്റെ പോലെ പെട്ടെന്ന് ചൂട് പിടിക്കില്ല. മരക്കഷ്ണം ഉപയോഗിച്ച് അല്ലെങ്കിൽ വുഡിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വുഡിൻ്റെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, വുഡ് ആദ്യം തീ പിടിച്ചിട്ട് മുട്ടുസൂചിക്കരികിലേക്ക് എത്തുമ്പോഴാണ് തീ കത്തി എത്തുമ്പോഴാണ് താപം കത്തണം, അവിടെ കത്തി അവിടേക്ക് എത്തുമ്പോഴാണ് ആ മുട്ടുസൂചി വീഴുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മരക്കഷ്ണത്തിൽ അല്ലെങ്കിൽ വുഡിൽ അല്ലെങ്കിൽ ഗ്ലാസ് റോഡിലൊന്നും പെട്ടെന്ന് താപ കൈമാറ്റം നടക്കില്ല, അവിടെ സാവധാനത്തിലാണ് നടക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്നും ഒരു കൺക്ലൂഷനിലെത്താം. കണ്ടക്ഷൻ എന്താണ്, അതായത് ചാലനം, അതായത് കണ്ടക്ഷൻ എന്താണെന്നുള്ളത്. വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദി മെറ്റൽ റോഡ്, അവിടെ നോട്ട് ചെയ്യണം മെറ്റൽ റോഡ്. ഓക്കെ, when heat is received at one end of the metal rod, the molecules at that end receive the heat and transfer it to the nearest molecules. This method of transmission of heat is called conduction. In solids, heat is transmitted through conduction. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ലോഹക്കമ്പിയുടെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുന്ന ലോഹക്കമ്പി അല്ലെങ്കിൽ മെറ്റൽ റോഡ്, ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ചാലനം അഥവാ കണ്ടക്ഷൻ. അതായത് ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് നമ്മൾ താപം കൊടുക്കുമ്പോൾ അവിടെയുള്ള തന്മാത്ര അടുത്ത തന്മാത്രയിലേക്ക് താപം കൊടുക്കുന്നു, പിന്നെ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ താപം കൈമാറ്റം ചെയ്യുന്നു, തന്മാത്രകളിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്ന ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഖരവസ്തുക്കൾ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിലെ താപം അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് പ്രേഷണം ചെയ്യുന്നത് എങ്ങനെയാണ്, ചാലനം വഴിയാണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചാലനം വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതായത് താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാ ഖരവസ്തുക്കളിലും ഒരുപോലെ എല്ലാ താപം പ്രേഷണം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ. ലോഹങ്ങളിലാണ് കൂടുതലായിട്ട് താപം, അതായത് മെറ്റലിലാണ് കൂടുതലായിട്ട് താപം പ്രേഷണം ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഗ്ലാസ് റോഡ് അല്ലെങ്കിൽ വുഡിൻ്റെ മരക്കഷ്ണമൊക്കെ ആണെങ്കിൽ താപം പ്രേഷണം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ് വെൽ, നല്ലോണം താപം കടത്തിവിടുന്ന അല്ലെങ്കിൽ താപപ്രേഷണം നടക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, കോപ്പർ, അലുമിനിയം, അയൺ, അതൊക്കെ എന്താണ് മെറ്റൽ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, മറ്റേതാണെങ്കിൽ സബ്സ്റ്റൻസ് ദാറ്റ് ഡോണ്ട് കണ്ടക്ട് ഹീറ്റ് വെൽ, അതായത് കണ്ടക്ട് ചെയ്യും പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്, ഗ്ലാസ് റോഡ്, വുഡ്. ഓക്കെ,
അപ്പോൾ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും പുവർ കണ്ടക്ടേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുചാലകങ്ങൾ എന്ന് പറയും. സുചാലകങ്ങൾ, അതായത് ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ. താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ, ചാലനം വഴി. ഓക്കെ, കുചാലകങ്ങളാണ് ഇത് പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് താപം നന്നായി കടത്തിയിടാത്ത വസ്തുക്കളാണ് ഇത് കുചാലകങ്ങൾ അഥവാ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് അലൗ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ ബൈ കണ്ടക്ഷൻ ആർ കോൾഡ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. Those substances which do not allow heat to pass through them well are called poor conductors. ഓക്കെ, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് താപം കടത്തിവിടുന്ന ഹീറ്റ് കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇത് ഗുഡ് കണ്ടക്ടേഴ്സ്. എന്നാൽ താപം കടത്തിവിടാത്ത അലൗ ചെയ്യാത്ത വസ്തുക്കളാണ് ഇത് പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് കണ്ടക്ടേഴ്സിനും പുവർ കണ്ടക്ടേഴ്സിനും എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ്? ഗോൾഡ്, ടിൻ, ബ്രോൺസ്, സിൽവർ, ബ്രാസ്, സ്റ്റീൽ. പുവർ കണ്ടക്ടേഴ്സ് അതായത് താപം കടത്തിവിടാത്ത വസ്തുക്കളാണിത് പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ, ക്ലോത്ത്, ടൈൽ, കോൺക്രീറ്റ് എന്നിവ. ഓക്കെ, അതായത് ചാലനം വഴി കേട്ടോ, അതായത് കണ്ടക്ഷൻ വഴി എന്താ പറയുക, ഹീറ്റ് പാസ് ചെയ്യുന്ന, നല്ലോണം പാസ് ചെയ്യുന്നതും ഹീറ്റ് പാസ് ചെയ്യാത്തതുമായിട്ടുള്ള കണ്ടക്ടേഴ്സാണ് കേട്ടോ അത്. ഓക്കെ, അതാണ് ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും. ചാലനം വഴി അല്ലെങ്കിൽ കണ്ടക്ഷൻ ത്രൂ കണ്ടക്ഷനിലൂടെ. ഓക്കെ, ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ, കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സുചാലകങ്ങളാണ് അല്ലെങ്കിൽ കുചാലകങ്ങളാണ് നാം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡു വി യൂസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓർ പുവർ കണ്ടക്ടേഴ്സ്? ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡു വി യൂസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓർ പുവർ കണ്ടക്ടേഴ്സ്? ഫസ്റ്റ് വൺ, ടു റിമൂവ് എ ഹോട്ട് വെസൽ ഫ്രം ദ സ്റ്റൗ. അതായത് ചൂടുപാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേതാണ് നമ്മൾ ഉപയോഗിക്കുക? തുണി അല്ലെങ്കിൽ കടലാസൊക്കെയാണ് ഉപയോഗിക്കുക അല്ലേ? ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പറാണ്. അപ്പോൾ അതേതാണ്? പുവർ കണ്ടക്ടേഴ്സാണ് അല്ലേ? ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കുക്കിംഗ് യുട്ടൻസിൽസ്. അതേതാണ്? അതായത് പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. കൈപ്പിടി നിർമ്മിക്കാൻ ഏതാണ് നമ്മൾ? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരമാണ് ഉപയോഗിക്കുക. അതെന്താണ്? കുചാലകങ്ങളാണ്, അതായത് പുവർ കണ്ടക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് പറയുന്നത് ടു മേക്ക് കുക്കിംഗ് യുട്ടൻസിൽസ്, അതായത് പാചകപാത്രം നിർമ്മിക്കാൻ. മറ്റേതായിരുന്നു? ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കുക്കിംഗ് യുട്ടൻസിൽസ്, അതായത് പാചകപാത്രങ്ങളുടെ പിടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുവർ കണ്ടക്ടേഴ്സാണ്. പാചകപാത്രം നിർമ്മിക്കാൻ, കുക്കിംഗ് യുട്ടൻസിൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്? ഗുഡ് കണ്ടക്ടറാണ് ഉപയോഗിക്കുക. അതായത് സുചാലകങ്ങളാണ്, അലുമിനിയം, ചെമ്പ്, ഇരുമ്പ് പോലുള്ള. അതാണ് നമ്മൾ പാചകപാത്രം നിർമ്മിക്കാൻ, കുക്കിംഗ് യുട്ടൻസിൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ? അതായത് ഒരു പ്രഷർ കുക്കറിൻ്റെയും അതുപോലെ തന്നെ ഒരു പാനിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്, ഫ്രൈങ് പാനിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഒരേ പാത്രത്തിൽ സുചാലകങ്ങളും കുചാലകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ഒരു both good conductors and poor conductors are used in the same vessel. Explain this റീസൺ ഫോർ ദിസ്. അതായത് ഈ 2 പാത്രങ്ങളിലും അവർ കുചാലകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഗുഡ് കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ എന്താണ് അതിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കിച്ചൺ യൂട്ടൻസിൽസ് ലൈക്ക് പ്രഷർ കുക്കർ, ഫ്രൈങ് പാൻ എക്സെട്ര, ദ വെസൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗുഡ് കണ്ടക്ടർ ആൻഡ് ദ ഹാൻഡിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പുവർ കണ്ടക്ടർ. എക്സാമ്പിൾ അയൺ ബോക്സ്, സോസ് പാൻ എക്സെട്ര. മനസ്സിലായോ? അതായത് അവർ എന്തുകൊണ്ടാണ് നമ്മൾ മുന്നേ പഠിച്ചില്ലേ? അതായത് കിച്ചൺ യൂട്ടൻസിൽസിലൊക്കെ, അതായത് പ്രഷർ കുക്കർ, ഫ്രൈങ് പാന് എന്നിവയൊക്കെ ചൂട് പിടിക്കേണ്ട ഭാഗങ്ങൾ സുചാലകങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സും കൊണ്ടും ചൂട് പിടിക്കേണ്ടതില്ലാത്ത കൈപ്പിടികളൊക്കെ കുചാലകങ്ങൾ അഥവാ പുവർ കണ്ടക്ടേഴ്സ്, പ്ലാസ്റ്റിക്, മരം തുടങ്ങിയവ കൊണ്ടാണ് നിർമ്മിക്കുക. അതുകൊണ്ട് പാചകം ചെയ്യുമ്പോൾ കൈപ്പിടിയിൽ പിടിച്ചാലും പൊള്ളലേൽക്കില്ല. മനസ്സിലായോ? അപ്പോൾ കൈ കൊണ്ട് പിടിച്ചാലും പൊള്ളലേൽക്കില്ല എന്ന്. മനസ്സിലായോ? അതുകൊണ്ടാണ് അത് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കുന്നതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അതായത് താപപ്രേഷണം ലിക്വിഡിൽ കൂടെയും ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഖരവസ്തുക്കളിൽ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണെന്ന് പറഞ്ഞു. അതായത് കണ്ടക്ഷനിലൂടെയാണ് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ എന്ത് നടക്കുന്നത്, താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്, കണ്ടക്ഷൻ ത്രൂ ആണ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്സ് ടേക്സ് പ്ലേസ് ത്രൂ കണ്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ദ്രാവകങ്ങളിലും അല്ലെങ്കിൽ വാതകങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് ഇതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എന്ത്, അടപ്പുള്ള സുതാര്യമായ ഒരു ജാറിൻ്റെ അതേ വട്ടമുള്ള ഒരു ഗ്ലാസ് ടംബ്ലർ, മേസൺ പൈപ്പ്, അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ചൂടുവെള്ളം, തണുത്ത വെള്ളം. ഇതൊക്കെയാണ് ആവശ്യമായിട്ട്. ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ജാർ വിത്ത് എ ലിഡ്, എ ഗ്ലാസ് ടംബ്ലർ വിത്ത് ദ സെയിം ഡയാമീറ്റർ ആസ് ദാറ്റ് ഓഫ് ദി ജാർ, മേസൺ പൈപ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ. ഇതാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് പ്രൊസീജിയർ ഒന്ന് നോക്കി നോക്കാം. അതായത് പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിൽ 2 ദ്വാരങ്ങൾ ഇടുക. ഓക്കെ, ഓരോ ദ്വാരത്തിലും 10 സെൻറ്റിമീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധം ഉറപ്പിക്കുക. പ്ലാസ്റ്റിക് ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലറിൽ ചൂടുവെള്ളം നിറയ്ക്കുക. അതിലൽപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. ഓക്കെ, പ്ലാസ്റ്റിക് ജാറിൽ തണുത്ത വെള്ളം എടുത്ത ശേഷം മേസൺ പൈപ്പിൽ ഉറപ്പിച്ച് അടപ്പ് കൊണ്ട് അടയ്ക്കുക. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർത്തിയ ചൂടുവെള്ളം എടുത്ത ഗ്ലാസിന് മുകളിൽ ഈ പ്ലാസ്റ്റിക് ജാറ് കമഴ്ത്തി വെക്കുക. ഓക്കെ, കണ്ടോ, നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യാം. അപ്പോൾ എന്താണ് നമുക്ക് നിരീക്ഷണം, എന്താണ് അതിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേക്ക് 2 holes ഓൺ ദ ലിഡ് ഓഫ് ദി പ്ലാസ്റ്റിക് ജാർ, ഫിക്സ് എ 10 centimeter long mason pipe in each hole in the all right manner. Take hot water in the glass tumbler having the same diameter as that of the plastic jar. Add some potassium permanganate granules to it. Take some cold water in the plastic jar and close it with the lid fitted with the mason pipe. Place this plastic jar upside down over the glass tumbler filled with the hot water containing potassium permanganate. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Cold water from the upper part flow downwards and the hot water flow upwards. When the hot water go up, cold water come down and mix it with the hot water and get hot. It again go upwards. This process continue till the heat is spread equally all over the liquid. എന്താണ് അതിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, അതായത് അപ്പോൾ മുകളിലുള്ള തണുത്ത വെള്ളം താഴേക്കും നിറം കലർന്ന ചൂടുവെള്ളം മുകളിലേക്കും ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതായത് ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം താഴേക്ക് ഒഴുകുകയും ഇത് ചൂടുവെള്ളവുമായിട്ട് കലർന്നിട്ട് ചൂട് പിടിച്ച് വീണ്ടും മുകളിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിനകം താപം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വ്യാപിക്കുന്നതോടെ പൈപ്പുകളിലൂടെ ഒഴുക്ക് നിലയ്ക്കുന്നു. ഇതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് നമുക്കിതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്താം. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ താപം കൈമാറ്റം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ്. ചൂടുവെള്ളത്തിൽ താപ കൈമാറ്റം ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്, തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ്. ദ്രാവകങ്ങളിൽ താപ കൈമാറ്റം നടക്കുന്നത് ഈ രീതിയിലാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ട് വാട്ടർ ടു കോൾഡ് വാട്ടർ ബൈ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. അവിടെ ഹോട്ട് വാട്ടറിൽ നിന്ന് കോൾഡ് വാട്ടറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. താപ കൈമാറ്റം ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ തന്മാത്രകളുടെ മൂവ്മെൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് കൊണ്ടാണ്. ഇൻ ലിക്വിഡ്സ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. ഇവിടെ എങ്ങനെയാണ് ലിക്വിഡ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് തന്മാത്രകളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, തന്മാത്രകളുടെ മൂവ്മെൻറ്റ് കൊണ്ടാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ദ്രാവകങ്ങളിൽ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദ്രാവകങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ്, അതായത് വാതകങ്ങളിലെ താപപ്രേഷണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് 1 PVC pipe of 5 centimeter diameter and 30 centimeter length, an incense stick, a matchbox, a candle. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പ്രൊസീജിയർ നമുക്ക് നോക്കാം. മേക്ക് എ പെൻസിൽ സൈസ്ഡ് ഹോൾ at the height of 8 centimeter on one end of the PVC pipe. Place a lighted candle on the table.
arrange the pipe as shown in the figure so that the candle comes inside the PVC pipe. While arranging the pipe, the portion with the hole should come at the bottom. Light the incense stick and watch the smoke rising up. Bring the lighted incense stick near the hole on the pipe. Observe the direction of flow of smoke. അതായത് ഇത് എത്രേ പറയണുള്ളൂ. നമ്മൾ ഇതുപോലെ നമ്മൾ ഈ പൈപ്പ് PVC പൈപ്പ് മെഴുകുതിരി ചന്ദനത്തിരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇവിടെ മെഴുകുതിരി കത്തുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PVC പൈപ്പിൻ്റെ ഒരു 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു പെൻസിൽ വന്ന് നമ്മളൊരു ദ്വാരം ഉണ്ടാക്കാതെ എന്നിട്ട് മേശപ്പുറത്തൊരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വെക്കുക. PVC പൈപ്പിൻ്റെ മുകളിൽ മെഴുകുതിരി വരത്തക്ക വിധം ചിത്രത്തിൽ കാണുന്ന പോലെ പൈപ്പ് ക്രമീകരിക്കുക. പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് വരണം. ഓക്കെ. ചന്ദനത്തിരി കത്തിച്ച് പുകയിടുന്നത് നിരീക്ഷിക്കുക. കത്തിച്ച ചന്ദനത്തിരി പൈപ്പിൻ്റെ ദ്വാരത്തിൻ്റെ സമീപത്തായിട്ട് കൊണ്ടുവരിക. പുകയുടെ പ്രവാഹത്തിൻ്റെ പുക എങ്ങോട്ടാണ്, പുകയുടെ ഫ്ലോ എങ്ങോട്ടാണ്, അതിൻ്റെ ദിശ എങ്ങോട്ടാണെന്നുള്ളത് നോക്കുക. അതാണ് നമ്മളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. As the air inside the PVC pipe warms up and rises, cool air flows into that space through the hole. Along with this flow of air, the smoke from the incense stick also enters. The air thus entered also gets heated and rises up. Here also, heat is transmitted from one part to another by the displacement of molecules as in liquids. In this way, the heat spreads in the air inside the pipe. ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെഴുകുതിരി കത്തുമ്പോൾ ചൂട് പിടിച്ച വായു മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള സുഷിരത്തിലൂടെ തണുത്ത വായു പൈപ്പിനകത്തേക്ക് കിടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ചന്ദനത്തിരിയുടെ പുക പുറത്തെ തണുത്ത വായുവിനൊപ്പം സുഷിരത്തിലൂടെ പൈപ്പിനകത്തേക്ക് കയറുന്നത്. മനസ്സിലായില്ലേ? ചന്ദനത്തിരിയുടെ പുക പുറത്തെ തണുത്ത വായുവിനൊപ്പം സുഷിരത്തിലേക്ക് പൈപ്പിനകത്തേക്ക് കയറുന്നത് ഇതുകൊണ്ടാണ്. അതായത് മുകളിലേക്ക് ചൂട് പിടിച്ച വായു വരും ആ മെഴുകുതിരി കത്തുമ്പോൾ. അപ്പോൾ താഴ്ഭാഗത്ത് ആ ചെറിയ സുഷിരത്തിലൂടെ തണുത്ത വായു ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ അതിലൂടെയാണ് എന്താ ചന്ദനത്തിരിയുടെ പുക പുറത്തെ പുക തണുത്ത വായുവിനൊപ്പം സുഷിരത്തിലൂടെ പൈപ്പിനകത്തേക്ക് കയറുന്നത്. ഓക്കെ. അപ്പോൾ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപപ്രേഷണം നടക്കുന്നതെന്ന് മനസ്സിലായി. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനചലനം മൂലം താപം പ്രേഷണം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലായി നമുക്ക്. ഓക്കെ. ഇതിനെയാണ് എന്ത് പറയുന്നത്? സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ occurred through movement of molecules in liquid and gases. Heat transmitted by movement of molecules. ലിക്വിഡ്സിലും ഗ്യാസസിലും എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ആണ്. അതിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സംവഹനം എന്ന് പറയുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. അതായത് വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാന കൈമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഖരവസ്തുക്കളിൽ സോളിഡായിട്ടുള്ള വസ്തുക്കളിൽ എങ്ങനെയാണ് നടക്കുന്നത്? കണ്ടക്ഷൻ വഴിയാണ്. ലിക്വിഡിലും അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഗേഷ്യസിലും വാതകങ്ങളിലൊക്കെ ഗ്യാസസിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? സംവഹനം വഴിയാണ്, കൺവെക്ഷൻ വഴിയാണ്. മറ്റേത് ചാലനം വഴിയാണ്. ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു വാതകങ്ങളിലും ദ്രാവകങ്ങളിലും അവയിലെ തന്മാത്രകൾ താപപ്രേഷണത്തിനുള്ള മാധ്യമമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് സംവഹനം വഴി താപ കൈമാറ്റം ചെയ്യപ്പെട്ടത് അല്ലേ? വാതകങ്ങളിലും ദ്രാവകങ്ങളിലൊക്കെ അവയിലെ തന്മാത്രകൾ താപപ്രേഷണത്തിനുള്ള മാധ്യമമായിട്ട് പ്രവർത്തിച്ചാണ് ഇങ്ങനെ സംവഹനം വഴി താപ കൈമാറ്റം ചെയ്യപ്പെട്ടത്. എന്നാൽ ഇത്തരം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെയും താപപ്രേഷണം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിനൊരു എക്സാമ്പിളാണ് സൂര്യതാപം ഭൂമിയിലെത്തുന്നത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെയാണ്. മനസ്സിലായോ? അതായത് ഇതിലെങ്ങനെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് ഏകദേശം 15 കോടി കിലോമീറ്ററോളം ദൂരമുണ്ട്.
ഭൂമിക്കും സൂര്യനും, നമ്മൾ ഇപ്പം നിൽക്കുന്ന ഭൂമിയും സൂര്യനും തമ്മിൽ ഒരു 15 കോടി കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇതിൽ ഭൂമിയുടെ അന്തരീക്ഷം ഉൾപ്പെട്ട ഏതാനും കിലോമീറ്ററുകൾ ഒഴികെ ബാക്കി ഭൂരിഭാഗവും എന്താണ്? ശൂന്യ സ്ഥലമാണ്. മനസ്സിലായി? ഭൂമിയുടെ ഒരു അന്തരീക്ഷമുണ്ട്, അത് ഉൾപ്പെട്ട ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം മൊത്തം എന്താണ്? ശൂന്യ സ്ഥലമാണ്. അപ്പോൾ ഈ ശൂന്യ സ്ഥലത്തിൻ്റെ കൂടെ ചാലനം വഴിയോ സംവഹനം വഴിയോ താപപ്രേഷണം സാധ്യമല്ല. അപ്പോൾ ഈ ശൂന്യ സ്ഥലത്തിലൂടെ ചാലനം വഴിയോ അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴിയോ അല്ലെങ്കിൽ കൺവെക്ഷൻ വഴിയൊന്നും താപപ്രേഷണം സാധ്യമല്ല. അവിടെ ശൂന്യമാണ് അല്ലേ? എന്നിട്ടും സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതെന്ത് വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികിരണം വഴി, റേഡിയേഷൻ വഴിയായിട്ടാണ് സൂര്യതാപം ഭൂമിയിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? എന്ത് വഴിയാണ്? റേഡിയേഷൻ വഴിയാണ്. ഓക്കെ, ഞാൻ വായിക്കാം. There is about 15 crore kilometer distance between the sun and the earth. Expect the atmosphere of the earth is a major part of this distance is vacuum. There is no chance to heat transmission by conduction or convection, but along with sunlight, heat from the sun reaches the earth. This is possible by another type of heat transmission called radiation. അപ്പോൾ എന്താണ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ? റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം. Heat is transmitted to all directions through radiation. Heat from the sun reaches the earth by radiation. White or smooth surfaces reflect radiant heat more than black or rough surfaces. എന്താണ് ഇതിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? വികിരണം അഥവാ റേഡിയേഷൻ. ബാക്കിയുള്ളതിനൊക്കെ എന്താവശ്യമാണ്? ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ട്. അതിലൂടെയാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇവിടെ എങ്ങനെയാണ്? വികിരണത്തിൽ എങ്ങനെയാണ്? മാധ്യമത്തിൻ്റെ സഹായം ഇല്ല, അവിടെ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിന് മീഡിയം ആവശ്യമില്ല. അതിനെയാണ് വികിരണം എന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. വികിരണം വഴി അല്ലെങ്കിൽ റേഡിയേഷൻ വഴി എല്ലാ ദിശയിലേക്കും, ഓൾ ഡിറക്ഷൻസിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സൂര്യതാപം ഭൂമിയിലെത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ്. സൂര്യൻ്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴി അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയാണ്. ഈ ഇരുണ്ടതോ പരിപരുത്തതായ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കും. അപ്പോൾ ഇരുണ്ടതോ അല്ലെങ്കിൽ പരിപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് ഏതൊക്കെയാണ്? വൈറ്റ് അല്ലെങ്കിൽ സ്മൂത്ത് സർഫസ് ആണ് കൂടുതൽ റേഡിയൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയൻ്റ് ആയിട്ടുള്ള സർഫസ് ഏതൊക്കെയാണ്? വൈറ്റ് അല്ലെങ്കിൽ സ്മൂത്ത് സർഫസിലാണ്. മറ്റേതിലാണെങ്കിൽ അങ്ങനെ അത്രയും റേഡിയൻ്റ് അല്ല. അപ്പോൾ വൈറ്റ് ആൻഡ് സ്മൂത്ത് സർഫസ് ആണ് മോർ റേഡിയൻ്റ്. ഓക്കെ, ഇനി നമുക്ക് സം സിറ്റുവേഷൻസ് വേർ ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ റേഡിയേഷൻ. റേഡിയേഷനിലൂടെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഹീറ്റ് റീച്ചസ് ഡൗൺ ഫ്രം എ ഗ്ലോയിങ് ഫിലമെൻറ്റ് ബൾബ്. അതായത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലമെൻറ്റ് ബൾബിൽ നിന്ന് താപം താഴേക്ക് എത്തുന്നത് ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണമാണ്. നെക്സ്റ്റ് ആണ് ഫീൽ ഹോട്ട് നിയർ എ ബേണിംഗ് സ്റ്റൗ ഓർ ഓവൻ. അതായത് നമ്മൾ കത്തുന്ന അടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് റേഡിയേഷന് ഒരു സിറ്റുവേഷന് ഉദാഹരണമാണ്. ഹോട്ട് ബോഡീസ് അല്ലെങ്കിൽ ഹോട്ട് വെസൽ, ഹോട്ട് ബ്രിക്സ്, ഹോട്ട് സ്റ്റോൺസ്, ഹോട്ട് അയൺ ബോക്സ് എക്സെട്ര സ്പ്രെഡ്സ് ഹീറ്റ് ടു സറൗണ്ടിങ്സ്. അതായത് ചൂടായ വസ്തുക്കളിൽ, ചൂടുള്ള പാത്രം, ചൂട് പിടിച്ച കല്ല്, ഇഷ്ടിക, തേപ്പുപെട്ടി, അവയിലൊക്കെ ചുറ്റുപാടും താപം പ്രസരിക്കുന്നു. അവയുടെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അതങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹോട്ട് ബോഡീസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അത് എല്ലായിടത്തേക്കും ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു റേഡിയേഷൻ ഒരു ഉദാഹരണമാണ്, സിറ്റുവേഷനാണ്. ഓക്കെ, കോമൺലി യൂസ്ഡ് ഡിവൈസസ് ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസിന് അതായത് ചൂട് നിലനിർത്താനും താപനഷ്ടം കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് ഏതൊക്കെയാണ്? തെർമോ ഫ്ലാസ്ക് ഉണ്ട്, കാസറോൾ ഉണ്ട്, പിന്നെ റൈസ് കുക്കർ, ഐസ് ബോക്സ്, ഹോട്ട് ബോക്സ്, ഇതൊക്കെയാണ് കോമൺലി യൂസ്ഡ് ഡിവൈസസ് ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്.
അതായത് ചൂട് നിലനിർത്താനും താപനഷ്ടം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത്, ചൂടാറാ പെട്ടി. അതാണ് ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഹോട്ട് ബോക്സ് ഉപയോഗിക്കുന്നത്? ക്യാൻ കീപ്പ് ഫുഡ് ഐറ്റംസ്. നമ്മൾ ഫുഡ് ഐറ്റംസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ബോക്സ് ഉപയോഗിക്കുന്നത്. വിത്തൗട്ട് ഹീറ്റ് ലോസ് അപ് ടു 8 hours, അതായത് 8 മണിക്കൂർ വരെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനൊക്കെ, ഭക്ഷണവസ്തുക്കൾ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ചൂടാറപ്പെട്ടി അല്ലെങ്കിൽ ഹോട്ട് ബോക്സ് ഉപയോഗിക്കുന്നത്. റിഡ്യൂസസ് ദ എക്സ്പെൻസ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽ. അതായത് നമുക്കവിടെ ഇതാക്കാം, അതായത് കുക്കിംഗ് ഫ്യൂവൽ, പാചക ഇന്ധനത്തിൻ്റെ ചിലവ് കുറയ്ക്കാം. എപ്പോഴും ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പാചക ഇന്ധനത്തിൻ്റെ എന്ത് കുറയ്ക്കാൻ പറ്റും? എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, ചിലവ് കുറയ്ക്കാൻ സാധിക്കും. സിൻസ് തെർമോക്കോൾ ഈസ് യൂസ്ഡ് ഫോർ ഇൻസുലേഷൻ, ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് ഹീറ്റ് ലോസ് ബൈ കണ്ടക്ഷൻ. തെർമോക്കോൾ ഈസ് എൻ ഇൻസുലേറ്റർ ഓഫ് ഹീറ്റ്. അതായത് തെർമോക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പം അത് എന്തായതിനാൽ? കുചാലകമായതിനാൽ, അല്ലെങ്കിൽ അതൊരു ഗുഡ് കണ്ടക്ടർ ആയതിനാൽ ചാലനം വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നു. ഓക്കെ, ടു പ്രിവെന്റ് ഹീറ്റ് ലോസ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്? ഇഫ് ദ ബോക്സ് ഈസ് ക്ലോസ്ഡ് പ്രോപ്പർലി ദ ഹീറ്റ് ലോസ് ഡ്യൂ ടു കൺവെക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് ചൂടാർപ്പെട്ടി ഭദ്രമായി അടച്ചു വെച്ചാൽ സംവഹനം മൂലമുള്ള താപനഷ്ടം കുറയുന്നു. If the box is closed properly, the heat loss due to convection can be reduced. അപ്പോൾ സംവഹനം വഴിയായിട്ടുള്ള താപനഷ്ടം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ചൂടാറപ്പെട്ടി നമ്മൾ ഭദ്രമായിട്ട് അടച്ചു വെച്ചാൽ അത് സംവഹനം മൂലമുള്ള താപനഷ്ടം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ചൂടാറപ്പെട്ടിയുടെ കുറച്ച് പോയിന്റുകൾ. നെക്സ്റ്റ് ആണ് ഐസ് ബോക്സ് എന്ന് പറയുന്നത്. ഐസ് ബോക്സ് നമ്മൾ എന്തിനാണ്? ഐസ് പെട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ഐസ് കുറേ നേരം ഉരുകാതെ, ലോങ് ടൈം, കുറേ സമയത്തേക്ക് ഉരുകാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ബോക്സ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ കീപ്പിംഗ് ഐസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഫോർ എ ലോങ് ടൈം. മെയ്ഡ് ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക് തെർമോക്കോൾ, ഹീറ്റ് ഇൻസുലേറ്റർ. ഇത് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? തെർമോക്കോൾ പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. തെർമോക്കോൾ പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ പ്രിസർവിങ് ഫിഷ് ഫുഡ് ഐറ്റംസ്. അതായത് ഇതിലും എങ്ങനെയാണ്? മത്സ്യം പോലുള്ള ആഹാരപദാർത്ഥങ്ങളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ഐസ് ബോക്സ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഹീറ്റ് ലോസ് ഡ്യൂ ടു കണ്ടക്ഷൻ ഈസ് പ്രിവെന്റഡ് ആസ് തെർമോക്കോൾ ഈസ് യൂസ്ഡ്. അതായത് ഇവിടെ തെർമോക്കോൾ ഉപയോഗിക്കുന്നതിനാൽ ചാലനം മൂലമുള്ള ഊർജ്ജ നഷ്ടം അവിടെ കുറയുന്നുണ്ട്. പിന്നെ പ്രോപ്പർ ക്ലോസിംഗ് പ്രിവെന്റ്സ് ഹീറ്റ് ലോസ് ബൈ കൺവെക്ഷൻ. അതായത് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ കൺവെക്ഷൻ മൂലം അല്ലെങ്കിൽ സംവഹനം മൂലമുള്ള ഊർജ്ജ നഷ്ടവും കുറയുന്നുണ്ട്. മറ്റേതിൻ്റെ പോലെ തന്നെ, ഇതിൻ്റെ ഹീറ്റ് ബോക്സിൻ്റെ പോലെ തന്നെ. ഓക്കെ, വൈറ്റ് പെയിന്റ് ഓൺ ദ ഇന്നർ വാൾസ് റിഫ്ലെക്ട്സ് ഹീറ്റ് റേസ് ബാക്ക് ആൻഡ് റെഡ്യൂസ് ഹീറ്റ് ലോസ് ഡ്യൂ ടു റേഡിയേഷൻ. അതായത് അതിൻ്റെ ഉൾഭാഗത്ത് വൈറ്റ് കളർ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിലൂടെ വികിരണം മൂലമുള്ള താപം പ്രതിപതിച്ച് തിരിച്ചു വരുന്നതിനാൽ ഈ രൂപത്തിലുള്ള താപനഷ്ടം കുറയുന്നുണ്ട്. ഭിത്തികളിൽ എന്ത് പെയിന്റ് അടിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉൾഭാഗത്ത് വൈറ്റ് പെയിന്റിൽ അടിച്ചിരിക്കുന്നത് മിനുസായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അത് അടിക്കുന്നതിലൂടെ എന്താണ്? വികിരണം മൂലം അല്ലെങ്കിൽ റേഡിയേഷൻ മൂലമുള്ള താപം പ്രതിപതിച്ച് തിരിച്ചു വരുന്നതിനാൽ ഈ രൂപത്തിലുള്ള താപനഷ്ടം കുറയുന്നുണ്ട്. ഓക്കെ, അവ രണ്ട് ബോക്സുകളും മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്. അതായത് ഖരവസ്തുക്കളുടെ താപീയ വികാസം. തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇവിടെ ഖരവസ്തുക്കളുടെ താപീയ വികാസം അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ താപം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുമോ, എക്സ്പാൻഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുമോ? ഓക്കെ, ഹീറ്റ് ലഭിക്കുമ്പോൾ സോളിഡായിട്ടുള്ള വസ്തുക്കൾ വികസിക്കുമോ, എക്സ്പാൻഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എ ബാറ്ററി, എ ബൾബ്, എ കണക്റ്റിംഗ് വയർ, 2 അലുമിനിയം പ്ലേറ്റ്സ്, എ കാൻഡിൽ, എ മാച്ച് ബോക്സ്. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി പ്രൊസീജിയർ നമുക്ക് നോക്കാം. Arrange an electric circuit on a board using battery, bulb, connecting wire and 2 aluminum plates. The aluminum plates should be placed on both sides of the wire very closely without touching each other.
heat the aluminum plates using the candle. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലുമിനിയം തകിടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വൈദ്യുത സർക്യൂട്ട് ഒരു ബോർഡിൽ ക്രമീകരിക്കാം. വയറിൻ്റെ ഇരുവശങ്ങളിലും അലുമിനിയം തകിടുകൾ പരസ്പരം തൊടാതെ വളരെ അടുത്തായിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, അലുമിനിയം തകിടുകൾ മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. ഇതുവരെ ചെയ്യാം. എന്താണ് നിരീക്ഷിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അലുമിനിയം പ്ലേറ്റ് ഒരു ക്യാൻഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂടാക്കുക. അപ്പോൾ എന്താണ് നിരീക്ഷിച്ചത്? നമുക്ക് ഒബ്സർവേഷൻ നോക്കാം. When heated, the gap between the plates is disappeared as the plates touch each other. The circuit is completed by this and bulb glows. അതായത് ഇവിടെ നമ്മൾ അലുമിനിയം തകിടുകൾ മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കി. അത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ നമ്മൾ അലുമിനിയം തകിടുകൾ പരസ്പരം മുട്ടിക്കാണ്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വളരെ ഇതിലാണ് മുട്ടിക്കാണ്ട് വെച്ചിട്ടുള്ളതാണ്. അത് തമ്മിൽ മുട്ടാൻ പാടില്ല. നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഈ അലുമിനിയം തകിടുകൾ താപം ചൂട് കിട്ടിയപ്പോൾ അവ വികസിക്കുന്നു, എക്സ്പാൻഡ് ചെയ്തിട്ട് ആ സർക്യൂട്ട് തമ്മിൽ മുട്ടുമ്പോൾ ആ സർക്യൂട്ട് പൂർത്തിയാകുന്നു ഇല്ലേ? സർക്യൂട്ട് പൂർത്തിയാകുമ്പോൾ ഓൾറെഡി എന്താണ്? ബാറ്ററികളിലൂടെ ബൾബ് പ്രകാശിക്കുന്നു, ബൾബ് കത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അലുമിനിയം തകിടുകൾ തമ്മിൽ എന്ത് ചെയ്തു? ചേർന്നു. ചൂടാകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തു. സോ എന്താണ്? ആ ബൾബ് പ്രകാശിച്ചു. മനസ്സിലായോ? നമ്മൾ ആ മെഴുകുതിരി എടുത്തു മാറ്റി എന്താ ഉണ്ടാവുക? ആ താപം നഷ്ടപ്പെടുമ്പോൾ തകിടുകൾ എന്ത് ചെയ്യാണ്? സങ്കോചിക്കുന്നു. അപ്പോൾ അത് വിട്ടുനിൽക്കുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ബൾബ് അണയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഒബ്സർവ് ചെയ്ത്? when heated, the gap between the plates is disappeared as the plates touch each other. The circuit is completed by this and bulb glows. On heating, the aluminum plates expand each other. Okay, what happens if the candle is removed? Candle remove ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്ടായത്? അതെന്താണ്ടായി? You can see within some time a gap between the plates are formed again. ആ ഗ്യാപ്പ് പിന്നീട് വീണ്ടും ഉണ്ടാവുന്നു. എന്താണ്? and the bulb becomes put off because the circuit is broken. അതായത് ക്യാൻഡിൽ റിമൂവ് ചെയ്യുമ്പോൾ താപം അവിടെ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഹീറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഗ്യാപ്പ് വീണ്ടും ഉണ്ടാവുന്നു. എക്സ്പാൻഷൻ കുറഞ്ഞില്ലേ? അവിടെ സങ്കോചിച്ചില്ലേ? എക്സ്പാൻഷൻ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ബൾബ് അണയുകയാണ് ചെയ്യുക. ആ സർക്യൂട്ട് ബ്ലോക്കൺ ആവുകയാണ്. സർക്യൂട്ട് പൂർത്തിയാകുന്നില്ലല്ലോ, അവിടെ തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ബൾബ് അണഞ്ഞു പോകുന്നു. ഇതാണ് ഉണ്ടാകുന്നത്. when cooled, the aluminum plates contract and the gap is formed between the two plates. അവിടെ എന്താ ഉണ്ടാവുന്നത്? അത് കൂളാവുമ്പോൾ അലുമിനിയം പ്ലേറ്റ് എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യണം, സങ്കോചിക്കുക നമ്മൾ പറഞ്ഞില്ലേ? ദർ ഗ്യാപ്പ് ഈസ് ഫോം. അപ്പോൾ വീണ്ടും ഗ്യാപ്പ് അവിടെ ഉണ്ടാവുന്നു. ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്, ഈ 2 അലുമിനിയം പ്ലേറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവുന്നു. സോ എന്തുണ്ടാവുന്നു? ആ ബൾബ് അണഞ്ഞു പോകുന്നു. The bulb becomes put off. The same thing can be observed if copper or iron is used instead of aluminum. അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക? നമ്മൾ ഈ സെയിം തിങ്, ഇതേ ഒരു കാര്യം നമ്മൾ എന്തിൽ ചെയ്ത് നോക്കുക? അയൺ അല്ലെങ്കിൽ കോപ്പർ ആയിട്ടുള്ള ലോഹത്തിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ അതിൽ കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് തന്നെയായിരിക്കും കാണുക. കാരണം എല്ലാ ഇതിലും അല്ലെങ്കിൽ എല്ലാ ലോഹങ്ങളിലും എല്ലാ മെറ്റലുകളിലും ഇത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാം? തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് എങ്ങനെയാണ്? സോളിഡ്സ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ് കൺട്രാക്ട് ഓൺ കൂളിംഗ്. അതായത് സോളിഡുകൾ അല്ലെങ്കിൽ ഖരവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്, അതായത് ഖരവസ്തുക്കൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അതായത് ഇറ്റ് കൺട്രാക്ട്സ് വെൻ കൂളിംഗ്, അത് തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. മനസ്സിലായോ? ഇനി ഇവിടെ സം എക്സാമ്പിൾസ് റിലേറ്റഡ് വിത്ത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സിൻ്റെ തെർമൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇലക്ട്രിക് ലൈൻ സാഗ്ഡ് ഇൻ ഈ സമ്മർ. അതായത് ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കൊണ്ടുപോകുന്നുള്ള കമ്പികൾ വേനൽക്കാലത്ത് അഴിഞ്ഞു പോകുന്നുണ്ട് ഇല്ലേ? അതൊന്ന് ലൂസ് ആവുന്നുണ്ട്. സാഗ്ഡ് ഇൻ സമ്മർ. അയൺ മെയ്ഡ് വിൻഡോ പെയിൻസ് ആൻഡ് ഡോർ പെയിൻസ് ടൈറ്റൻ ഡ്യൂറിങ് സമ്മർ. അതായത് സമ്മറിൻ്റെ സമയത്ത്, ചൂടുള്ള സമയത്ത് എന്താണ്ടാവുന്നത്? ഇരുമ്പ് വാതിൽപ്പാളികളും ജനൽപ്പാളികളും മുറുകുന്നത് ഇല്ലേ? ചൂടുള്ള സമയത്ത്, സമ്മർ സമയത്ത് ഇല്ലേ? വേനൽക്കാലത്ത് ഇരുമ്പ് പാളികളും ജനൽപ്പാളികളൊക്കെ ഒന്ന് മുറുകുന്നുണ്ട് ഇല്ലേ? മെറ്റൽ റൂഫിംഗ് ഷീറ്റ്സ് ബെൻസ് ഡ്യൂ ടു ഹീറ്റ് ഫ്രം ദ സൺ. അതായത് ലോഹങ്ങൾ കൊണ്ടുള്ള റൂഫിംഗ് ഷീറ്റുകളൊക്കെ വെയിൽ കൊള്ളുമ്പോൾ വളയുന്നത്. ഇതൊക്കെ ഒരു തെർമൽ കണ്ടക്ഷൻ അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സിന് എക്സാമ്പിളുകളാണ്.
Haven't you seen the wires on the electric pole or for distributing electricity? Why do these wires get sagged in the summer? അതായത് ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കൊണ്ടുപോകുന്നതിനായിട്ടുള്ള കമ്പികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ വേനൽക്കാലത്ത് അത് അഴിഞ്ഞു പോകുന്നത് എന്താണ്? നമ്മൾ എക്സ്പാൻഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അഴിഞ്ഞു പോകുന്നത്? വേനൽക്കാലത്ത് എന്താണ്? ചൂട് കൂടുതലാണ്. ആ സമയത്ത് എന്താണ്? വേനൽക്കാലത്ത് എന്താണ്? ചൂട് കൂടുതലായതിനാൽ വൈദ്യുത കമ്പികൾ വികസിക്കാൻ വേണ്ടിയിട്ട് ഇടവരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കമ്പികൾ എന്തായി പോകുന്നത്? അയയുന്നത്. മനസ്സിലായോ? During hot season, as more heat energy is obtained, the electric lines expand and become slacken. ഓക്കെ, അതായത് അത് കമ്പികൾ അയയാൻ കാരണം എന്താണ്? വേനൽക്കാലത്ത് കൂടുതൽ ചൂടായത് കൊണ്ട്, അതിനാൽ കൂടുതലായതിനാൽ താപം ലഭിക്കുമ്പോൾ എന്താ? വൈദ്യുത കമ്പികൾ വികസിക്കാൻ ഇടവരുന്നു. അതുകൊണ്ടാണ് കമ്പികൾ എന്താവുന്നത്? അയയുന്നത്. ഓക്കെ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് തെർമൽ എക്സ്പാൻഷൻ ഈസ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഖരവസ്തുക്കളുടെ താപീയ വികാസം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? എ ടൈറ്റൻ പെൻ ക്യാപ്പ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ സ്ലൈറ്റ്ലി ഹീറ്റിംഗ് ഇറ്റ്. അതായത് മുറുകിപ്പോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കും. ക്യാപ്പ് ചൂടാകുമ്പോൾ അത് വികസിക്കുന്നതാണ് ഇതിന് കാരണം. When heated the cap only, it expands and loosens. Okay. Tight lid of a tiffin box can be opened by pouring hot water on the lid. അതായത് ഇവിടെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൻ്റെ മുറുകിയ അടപ്പൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം തുറക്കാൻ പറ്റും. എന്താണ് കാരണം? ഇതും തെർമൽ എക്സ്പാൻഷനാണ്. അടപ്പിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചാൽ അടപ്പ് വികസിക്കുകയും എളുപ്പം ഊരിപ്പോരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. When hot water is poured on the lid or lid only dipped on the hot water, it expands and get loosened. Okay. ഇപ്പോൾ നമ്മൾ സോളിഡായിട്ടുള്ള വസ്തുക്കളെ എക്സ്പാൻഡ് ചെയ്യുന്നു മനസ്സിലാക്കി ഇല്ലേ? ഹീറ്റ് ലഭിക്കുമ്പോൾ. ലിക്വിഡ്സ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്. ലിക്വിഡുകൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ? നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് an injection bottle, coke that fits on the injection bottle, an empty refill tube of a pen, a bowl, a potassium permanganate, hot water at normal temperature. Okay, procedure നമുക്ക് നോക്കാം. Fill the injection bottle with the water and add potassium permanganate granules. Make a small hole in a rubber cork. Fix the refill tube in the hole. Close the injection bottle with the cork. Tie a thread to mark the water level in the refill. Okay. അതായത് ഇതിൽ ഇത്രേ പറയണുള്ളൂ. ഇഞ്ചക്ഷൻ കുപ്പിയിൽ അല്പം വെള്ളം നിറച്ചിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ അതിലിടുക. റബ്ബർ കോർക്കിൽ ചെറിയ ദ്വാരം ഉണ്ടാക്കുക. എന്നിട്ട് അത് അതിൽ റീഫിൽ കുഴൽ ഉറപ്പിക്കുക. ഇഞ്ചക്ഷൻ കുപ്പി കോർക്ക് കൊണ്ട് അടയ്ക്കുക. റീഫില്ലിലെ ജലവിധാനം നൂല് കെട്ടി അടയാളപ്പെടുത്തുക. പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വയ്ക്കുക. ഓക്കെ, എന്താണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. The normal temperature level of the water in the first bottle can be seen on the refiller. When the same bottle was placed in the hot water, its water level rise. This is because the water inside the bottle has expanded due to the heat. If the bottle is removed from the hot water, keep in the normal temperature for cooling, the water level decreases. അതായത് ഇത്രേ പറയുള്ളൂ. ഒന്നാമത്തെ കുപ്പിയിലെ വെള്ളത്തിൻ്റെ സാധാരണ താപനിലയിലെ നിരപ്പ് റീഫില്ലിൽ കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇതേ കുപ്പി ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോൾ അതിൻ്റെ ജലനിരപ്പ് എന്ത് ചെയ്യുന്നു? ഉയർന്നു. അപ്പോൾ ചൂട് മൂലം കുപ്പിക്കകത്തെ വെള്ളം വികസിച്ചതാണ് കാണുന്നത്. ചൂട് മൂലം കുപ്പിക്കകത്തെ വെള്ളം എന്തായി? വികസിച്ചു, എക്സ്പാൻഡ് ചെയ്തതാണ് ഇതിന് കാരണം. കുപ്പി ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി കുറച്ച് നേരം സാധാരണ താപനിലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വികസിച്ച ജലം കൺട്രാക്ട് ചെയ്തിട്ട് സങ്കോചിച്ചിട്ട് ജലനിരപ്പ് പഴയതുപോലെ ആവുകയും ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താ അതിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്നത്? താപം ലഭിച്ചപ്പോൾ ജലം വികസിക്കുകയും തണുത്തപ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. എന്തുപോലെ തന്നെ നമ്മുടെ ഖരവസ്തുക്കളുടെ പോലെ തന്നെ, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ പോലെ തന്നെയാണ് ലിക്വിഡിൽ നടക്കുന്നത്. ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്, കൺട്രാക്ട് ഓൺ കൂളിംഗ്. അതിനുള്ള എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ,
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കൺട്രാക്ട് ഓൺ കൂളിംഗ്. നെക്സ്റ്റ് ആണ് നമ്മൾ രണ്ടുപേരുടെ നോക്കി, ലിക്വിഡിൻ്റെയും നോക്കി, അതുപോലെ തന്നെ സോളിഡിൻ്റെയും നോക്കി. ഇനി തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് എൻ അലുമിനിയം ലാമ്പ്, എ പ്ലാസ്റ്റിക് ട്യൂബ്, എ ബോർഡ്, എ കളർ വാട്ടർ, ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. നമുക്ക് നോക്കാം. ഫിക്സ് ദ പ്ലാസ്റ്റിക് ട്യൂബ് ഓൺ ദ അലുമിനിയം ലാമ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിക്സ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ട്യൂബ് ഇൻ യു ഷേപ്പ് ഓൺ ദ ബോർഡ്. Pour 2 or 3 drops of colored water into the plastic tube. ഓക്കെ, അതായത് അലുമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് ചിത്രത്തിൽ കാണുന്ന പോലെ ഉറപ്പിക്കുക. ഓക്കെ, ട്യൂബിൻ്റെ മറ്റേ ഭാഗം യു ആകൃതിയിൽ ഒരു ബോർഡിൽ ഉറപ്പിക്കുക. പ്ലാസ്റ്റിക് ട്യൂബിൽ 1-2-3 തുള്ളി നിറമുള്ള ജലം ഒഴിക്കുക. ഓക്കെ, കണ്ടോ? അലുമിനിയം വിളക്ക് ചൂടുള്ള ജലത്തിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വെൻ it is dipped in the hot water, the colored water used as an indicator moves towards the open end of the pipe. This is due to the expansion of air inside the bottle. As the air expanded needs more space for occupying, it pushed the water in the U-tube. When kept in the cold water for some time, the air inside the bottle contracts and the water moves in the opposite direction. അതായത് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഈ യൂട്യൂബിലെ അതായത് ഈ അലുമിനിയം വിളക്ക് ചൂടാകുമ്പോൾ ചൂടാകുമ്പോൾ അതിലുള്ള വായുവും ചൂടാവുന്നുണ്ട്. അപ്പോൾ ചൂടായ വായു വികസിക്കുന്നത് കൊണ്ടാണ് ട്യൂബിനുള്ളിൽ നിറമുള്ള ജലത്തുള്ളി മുകളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ തണുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലുമിനിയം വിളക്ക് തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വായു സങ്കോചിക്കുന്നു, അത് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നിറമുള്ള ജലത്തുള്ളി ട്യൂബിലുള്ളിലൂടെ പിന്നിലേക്ക് നീങ്ങി പൂർവ്വസ്ഥാനത്ത് എത്തുന്നു. മനസ്സിലായോ? അപ്പോൾ അലുമിനിയം വിളക്ക് ചൂടാകുമ്പോൾ അതിനുള്ള വായുവും ചൂടാവുന്നു. അപ്പോൾ അതോടുകൂടി ആ ചൂടുള്ള വായു വികസിക്കുന്നതുകൊണ്ട് ട്യൂബിലുള്ള നിറമുള്ള ജലത്തുള്ളി മുകളിലേക്ക് നീങ്ങുന്നു. തണുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അലുമിനിയം വിളക്ക് തണുക്കുമ്പോൾ വായു സങ്കോചിക്കുന്നു. അപ്പോൾ നിറമുള്ള ജലത്തുള്ളി ട്യൂബിനുള്ളിലേക്ക് പിന്നിലൂടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. അപ്പോൾ വാതകങ്ങളിലെയും താപീയ വികാസം എങ്ങനെയാണ്? തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് എങ്ങനെയാണ്? ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കൺട്രാക്ട് ഓൺ കൂളിംഗ്. അതുപോലെ തന്നെ അപ്പോൾ 3 എണ്ണത്തിൽ എങ്ങനെയാണ്? ഇൻ ഗ്യാസസ്, ഇൻ സോളിഡ്സ്, ഇൻ ലിക്വിഡ്സ്. എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കൺട്രാക്ട് ഓൺ കൂളിംഗ്. മനസ്സിലായോ? നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ ഈസ് ദ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. അതായത് എന്താ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് താപനില അഥവാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ദ യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതൊക്കെയാണ്, അതായത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ബോഡി ടെമ്പറേച്ചർ. നമ്മൾ ബോഡി ടെമ്പറേച്ചർ, നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പനി അളക്കുന്നത്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്ലിനിക്കൽ ടെമ്പറേച്ചർ നോക്കുന്നത്. നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഫാരൻഹീറ്റിലേക്ക് മാറ്റുമ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്താണ്? ഹ്യൂമൻ ബോഡിയിലെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റിലാവുമ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ലബോറട്ടറി തെർമോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി മെഷർ. അതായത് ലബോറട്ടറി തെർമോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലബോറട്ടറി ബേസ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഭാഗമാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില എന്ന് പറയുന്നത്. ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ അറൗണ്ട് ദ എർത്ത് വേരീസ് അക്കോർഡിംഗ് ടു ദ ടൈം ആൻഡ് വെതർ. അതായത് ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ വെതറിൻ്റെ സമയത്തും ഓരോ വെതർ
നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചും എന്താണ് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അത് വേരി ചെയ്യുന്നുണ്ട്. The temperature of the atmosphere around the earth varies according to time and weather. Temperature is more in a daytime and comparatively less in night. അല്ലേ, ടെമ്പറേച്ചർ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പകൽ സമയത്തൊക്കെ ഡേ ടൈമിൽ എന്തായിരിക്കും, വളരെ ചൂട് കൂടുതലായിരിക്കും അല്ലേ. എന്നാൽ രാത്രിയാകുമ്പോൾ കുറച്ച് തണുപ്പ്, നമ്മൾ ജനലൊക്കെ തുറന്നിടുമ്പോൾ ചെറിയ തണുപ്പ് വരാറില്ലേ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ പകൽ സമയത്ത് കൂടുതലും രാത്രി സമയത്ത് എന്താണ് കുറവുമായിരിക്കും. ഓക്കെ, സിമിലർലി ടെമ്പറേച്ചർ ഇൻ ദ മോർണിംഗ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദ ന്യൂൺ. അതായത് അതിലും എന്തെങ്കിലും ഡിഫറെൻ്റ് ഉണ്ട് ടെമ്പറേച്ചർ. ഈ ഡേ ടൈമിൽ തന്നെ ടെമ്പറേച്ചർ മോർണിംഗിലും ന്യൂൺ ടൈമിലും അല്ലെങ്കിൽ ഉച്ച സമയത്തും ഡിഫറെൻ്റ് ആണല്ലേ. ടെമ്പറേച്ചർ മോർണിംഗിൽ കുറവായിരിക്കും, എന്നാൽ ന്യൂൺ ടൈമിൽ നല്ല ചൂടായിരിക്കും അല്ലേ. ദ ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കോസസ് മെനി നാച്ചുറൽ ഫിനോമിന. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നുണ്ടല്ലേ. അത് അപ്പോൾ അന്തരീക്ഷ താപനിലയിലെ ഈ വ്യത്യാസം പല പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അന്തരീക്ഷത്തിലെ താപനിലയിലെ വ്യത്യാസം പല പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. 2 ഗ്ലാസ് ടംബ്ലർ, ജലം, വെള്ളം, മണൽ, 2 തെർമോമീറ്റർ എന്നിവയാണ് ഇതിന് വേണ്ടത്. ഓക്കെ, ഇവിടെ ചിത്രം കണ്ടില്ലേ. എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് വിത്ത് ദിസ് ക്യാൻ ബി ഡൺ. ടേക്ക് 2 glass tumblers, water, sand and 2 thermometers. Take a definite mass of water in a 1 glass tumbler and equal mass of sand in the other glass tumbler. Measure and record the temperature on each. Then keep the glass tumbler on the bright sunlight for a time. Record the temperature of each regular interval of time. From the observation we can understand that the sand is heated fast when compared to water. അതായത് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. അതായത് ഏകദേശം 2 മാസമുള്ള ജലവും വെള്ളവും മണ്ണും 2 ഗ്ലാസ്സുകളിലായിട്ട് എടുക്കുക. എന്നിട്ട് രണ്ടിലും ഓരോ തെർമോമീറ്റർ വെക്കുക. എന്നിട്ട് താപനില അതിൻ്റെ രേഖപ്പെടുത്തുക. ഫസ്റ്റ് അതിൽ വെച്ചിട്ടുള്ള താപനില രേഖപ്പെടുത്തുക, അതിൻ്റെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുക. എന്നിട്ട് 2 ഗ്ലാസ് ഒരുപോലെ വെയിലത്ത് വെക്കുക. എന്നിട്ട് രണ്ടിനെയും ഓരോ നിശ്ചിത ഇടവേളകളിലായിട്ട് രണ്ടിനെയും താപനില പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നിരീക്ഷിച്ചൊരു കാര്യമാണ് എന്ത്, ജലത്തേക്കാൾ വേഗത്തിൽ മണൽ ചൂട് പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരെണ്ണത്തിൽ വെള്ളം, ഒരെണ്ണത്തിൽ മണലും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നത് എന്താണ്, ജലത്തേക്കാൾ വെള്ളത്തിനേക്കാൾ മണ്ണ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നതായിട്ട് കാണാം. ഇനി 2 ഗ്ലാസ്സുകളും തണുത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിടവേളകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൂടായതുപോലെ തന്നെ ജലത്തേക്കാൾ വേഗത്തിൽ മണൽ തണുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജലത്തെ അപേക്ഷിച്ച് മണ്ണ് വേഗത്തിൽ ചൂടാകുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നത് മനസ്സിലായോ? അതായത് ഒന്നുകൂടി ഞാൻ വായിക്കാം. From the observation we can understand that the sand is heated fast as compared to water. മനസ്സിലായോ? Now remove both tumblers from the sunlight and keep them in the shade out to cool. Measure the record of ഇത് മെഷർ ചെയ്യുമ്പം അത് കൂളായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോൾ, തണലത്ത് വയ്ക്കുമ്പോൾ എന്തുണ്ടാവുന്നത്, അതായത് we can find that the sand cooled faster than water. അവിടെ എന്താണ്ടാവുന്നത്, സാൻഡാണ് ഇത്ര പെട്ടെന്ന് തണുക്കുന്നത് എന്തിനേക്കാളും വെള്ളത്തിനേക്കാൾ. സാൻഡ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് ഫാസ്റ്റർ ദാൻ വാട്ടർ. അതായത് സാൻഡാണ് പെട്ടെന്ന് തണുക്കുകയും എന്നാൽ പെട്ടെന്ന് കൂളാവുകയും അല്ലെങ്കിൽ ഹീറ്റാവുന്നതും ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് എന്ന് പറയുന്നത്. കടൽക്കാറ്റും കരക്കാറ്റും. ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്, കരക്കാറ്റും കടൽക്കാറ്റും. എന്താണ്? ഡ്യൂറിങ് ഡേ ടൈം ലാൻഡ് ഹീറ്റഡ് അപ്പ് ഫാസ്റ്റർ ദാൻ സീ. അതായത് ഡേ ടൈമിൽ കര പെട്ടെന്ന് ചൂട് പിടിക്കും കടലിനേക്കാൾ. അറ്റ് നൈറ്റ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ലോ കമ്പയർഡ് ടു ഡേ ടൈം ലാൻഡ് കൂൾ ഫാസ്റ്റർ ഓൾസോ. അതായത് നൈറ്റ് ടൈമിൽ എന്താണ്ടാവുക, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്താണ്ടാവുന്നത്, ലാൻഡ് കൂൾ ഫാസ്റ്റർ ഓൾസോ, ലാൻഡ് തന്നെയാണ് പെട്ടെന്ന് കൂളാവുന്നത്. സോ ദ എക്സ്പാൻഷൻ ഓഫ് എയർ ഓവർ ദ ലാൻഡ് ആൻഡ് സീ ഡിഫർ അറ്റ് എ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ദിസ് കോസസ് സം ചേഞ്ചസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. അതായത് പകൽ സമയത്ത് നല്ല ചൂടിൽ കരഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കും, എന്നാൽ കടൽ സാവധാനത്തിലായിരിക്കും ചൂട് പിടിക്കുക. അതേപോലെ തന്നെ രാത്രിയിലാണെങ്കിലും കര വേഗത്തിൽ തണുക്കും, കടൽ സാവധാനത്തിലാണ് തണുക്കുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു ചെറിയ കാറ്റിൻ്റെയൊക്കെ ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റത്തെ നമുക്ക് നോക്കുന്നതാണ് ലാൻഡ് ബ്രീസ് സീ ബ്രീസ് നോക്കാം നമുക്ക്. ഓക്കെ,
കടൽക്കാറ്റ് എങ്ങനെയാണ്? In daytime, as the land becomes hotter than sea, the atmospheric air over the land is warmer compared to the air over the sea. As the warm air over the land moves upward, as it is expanded, the cold air over the sea flows towards the land. This is sea breeze. Sea breeze normally forms in a daytime. മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. പകൽ സമയത്ത് കര അതിന് മുകളിലെ വായും കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ചൂട് പിടിക്കുന്നുണ്ട്. കരയിലെ മുകളിലെ വായും കടലിനെയും അതിന് മുകളിലെ വായുവിനെ അപേക്ഷിച്ച് വേഗത്തിൽ ചൂടാവുന്നുണ്ട് കര. ഓക്കെ, പകൽ സമയത്ത് കരയ്ക്ക് മുകളിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയം കടലിന് മുകളിലെ വായു താരതമ്യേന തണുത്തതായിരിക്കും. അപ്പോൾ ഈ വായു കരയ്ക്ക് മുകളിലെ വായു ചൂട് പിടിച്ച് ഉയർന്ന ഭാഗത്തേക്ക് അപ്പോൾ ഈ വായു എന്ത് ചെയ്യുന്നു? കരയ്ക്ക് മുകളിലെ വായു ചൂട് പിടിച്ച് ഉയർന്ന ഭാഗത്തേക്ക് പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. മനസ്സിലായോ? അപ്പോൾ കടൽക്കാറ്റ് സാധാരണഗതിയിൽ പകൽ സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കര പെട്ടെന്ന് ചൂട് പിടിക്കേണ്ട ഈ ടൈമിൽ ആ സമയത്ത് കരയ്ക്ക് മുകളിലെ വായു ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരും. അപ്പോൾ ഈ സമയത്ത് കടലിൽ എന്തായിരിക്കും? തണുപ്പായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും? തണുത്ത വായു കരയുടെ മുകളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കും, അവിടേക്ക് മാറും, അവിടേക്ക് ഫ്ലോ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ആസ് ദ വാം എയർ over the land moves upward, as it is expanded, the cold air over the sea flows towards the land. ലാൻഡിലേക്ക് പ്രവഹിക്കുന്നത്. അതായത് ചൂട് മുകളിലേക്ക് വരുമ്പോൾ ആ ചൂടുള്ള വായു ലാൻഡിൽ നിന്ന് ചൂടുള്ള വായു മുകളിലേക്ക് വരുമ്പോൾ കടലിൽ തണുത്തിരിക്കില്ലേ, ആ തണുത്ത വായു എങ്ങോട്ട് പോകും? കരയിലേക്ക് വീശും. ഇതിനെയാണ് എന്ന് പറയുന്നത് സീ ബ്രീസ് അഥവാ കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ് എന്ന് നോക്കാം. ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ കരക്കാറ്റാണ്. അതായത് കരക്കാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് നൈറ്റ് ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ സീ. നൈറ്റിൽ എങ്ങനെയാണ്? ലാൻഡ് പെട്ടെന്ന് എന്താവും? കര പെട്ടെന്ന് തണുക്കും സീനേക്കാളും. സോ ദ എയർ ഓവർ ദ ലാൻഡ് ഈസ് ഡെൻസർ കമ്പയർഡ് ടു വാമർ എയർ ഓവർ ദ സീ. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിന് മുകളിലെ വായു അത്ര വേഗം തണുക്കാത്തതിനാൽ അത് കരയ്ക്ക് മുകളിലെ വായുവിനെ ഉപേക്ഷിച്ച് ചൂട് പിടിച്ച് വികസിച്ച അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, as the air over the sea is warmer and expanded, the cold denser air moves from the land side to sea side. This wind is called land breeze. Land breeze is generally production in the night time. അതായത് രാത്രി കാലത്ത് കര വേഗം തണുക്കും. അപ്പോൾ അതിന് മുകളിലെ വായും തണുത്തതായിരിക്കും. അപ്പോൾ എന്നാൽ കടലിന് മുകളിലെ വായു പെട്ടെന്ന് തണുക്കില്ല. അപ്പോൾ അത് കരയ്ക്ക് മുകളിൽ വായുവിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ചൂട് പിടിച്ച അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക കടലിൽ. അപ്പോൾ അതിനാൽ കരയിൽ നിന്ന് തണുത്ത വായു കടലിൻ്റെ മുകളിലേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ കരയിൽ നിന്ന് തണുത്ത വായു എങ്ങോട്ട് പ്രവഹിക്കുന്നു? ചൂട് പിടിച്ച അവസ്ഥയിലേക്ക് തണുത്ത വായു അങ്ങോട്ട് പ്രവഹിക്കുന്നു. അപ്പോൾ എന്താണ്? അതിനാൽ കരയിൽ നിന്ന് തണുത്ത വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ ഇതാണ് കരക്കാറ്റിന് കാരണം. കരക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? രാത്രിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും മനസ്സിലായില്ലേ? എന്തായാലും കരയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ലെറ്റ്സ് അസസ് നോക്കാം. വിലയിരുത്താനുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, consider some situations in everyday life. Tightly bound electric wires get sagged in summer. One end of the PVC pipe is heated and other end of the another pipe of the same diameter is inserted into and joined. Which property of matter with respect to heat is evident in the above two cases? അതായത് ഇവിടെ കുറച്ച് എവരിഡേ ലൈഫിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താപവുമായി ബന്ധപ്പെട്ട് ഏത് സവിശേഷതയിലാണ് ഇത് രണ്ടും പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികൾ വേനൽക്കാലത്ത് അയയുന്നത്, പിന്നെ PVC പൈപ്പിൻ്റെ ഒരു അഗ്രം ചൂടാക്കി അതിനുള്ള അതേ വ്യാസമുള്ള മറ്റൊരു പൈപ്പിൻ്റെ അഗ്രം ഇറക്കിയിട്ട് യോജിപ്പിക്കുന്നത്, ഇതൊക്കെ ഏതാണ് വരുന്നത്? അവിടെ വരുന്നത് ഏതാണ്? തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് ആണ് വരുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ ഫുള്ളി ഇൻഫ്ലേറ്റഡ് ബലൂൺ ബേസ്റ്റ് വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്? അതായത് വെയിലത്ത് വെച്ച് വീർപ്പിച്ച ബലൂൺ പൊട്ടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്ന് പറയാം.
Air inside the balloon expand due to the heat from sunlight and the balloon burst. അതായത് എയർ, അതിൻ്റെ ഉള്ള എയർ, ബലൂണിലുള്ള എയർ എന്ത് ചെയ്യാണ്, ഹീറ്റ് ഉണ്ടാകുമ്പോൾ സൺലൈറ്റിൻ്റെ ഹീറ്റ് കൊണ്ട് എയർ വികസിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ബലൂൺ ബേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ആൻഡ് ടാബ്ലേറ്റ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഓൺ ദ ബേസ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് താഴെയുള്ള മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സായിട്ടും പുവർ കണ്ടക്ടേഴ്സായിട്ടും. ഗുഡ് കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ്? അയൺ, കോപ്പർ, അലുമിനിയം, സ്റ്റീൽ. പുവർ കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ്? പേപ്പർ, ബാക്കലൈറ്റ്, വുഡ് ആൻഡ് ക്ലോത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Haven't you noticed the utensils used for cooking? What is the difference between the materials used to make utensil and its handles? Explain this on the ബേസിസ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. അതായത് നമ്മൾ പാഠത്തിൽ പഠിച്ചതായിരുന്നു. അതായത് കുക്കിംഗ് യുട്ടൻസിൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പാചകം ചെയ്യുന്ന സ്ഥലത്ത് പാചകം ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ പിടികൾ എന്താണ്, പാത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥവും അതിൻ്റെ പിടികളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പോൾ താപം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാം. കുക്കിംഗ് യുട്ടൻസിൽസ് ആർ മെയ്ഡ് ഓഫ് ഗുഡ് കണ്ടക്ടേഴ്സ്. കുക്കിംഗ് യുട്ടൻസിൽസ് എന്തുകൊണ്ടാണ്? ഗുഡ് കണ്ടക്ടേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ആൻഡ് ദർ ഹാൻഡിൽസ് ആർ മെയ്ഡ് ഓഫ് പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അതിൻ്റെ പിടി എങ്ങനെയാണ്? പൂർ കണ്ടക്ടേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അപ്പോൾ പിടിയിൽ പെട്ടെന്ന് ചൂടാവില്ല, അതുകൊണ്ടാണ് അത് പൂർ കണ്ടക്ടേഴ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ചൂടായാലേ കുക്കിംഗ് നടക്കുള്ളൂ. അപ്പോൾ കുക്കിംഗ് യുട്ടൻസിൽസ് ഒക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോട്ട് ടീ ഓഫ് സെയിം ക്വാണ്ടിറ്റി ഈസ് കെപ്റ്റ് ഇൻ ആൻ ഓപ്പൺ സ്റ്റീൽ ടംബ്ലർ ആൻഡ് ഇൻ എ ക്ലോസ്ഡ് ഗ്ലാസ് ടംബ്ലർ ഓഫ് സെയിം സൈസ്. Tea in which tumbler stays hot longer? Explain your finding on the basis of heat transmission. അതായത് ഇതിലത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരേ അളവിൽ ചൂടുള്ള ചായ സ്റ്റീൽ ഗ്ലാസ് തുറന്നതും അതേ വലിപ്പമുള്ള ചില്ല് ഗ്ലാസ്സിൽ അടച്ചും വെച്ചിരിക്കുന്നു. ഏത് ഗ്ലാസ്സിലെ ചായയാണ് കൂടുതൽ സമയം ചൂട് നിലനിർത്തുന്നത്? താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിലാണ്? അതായത് സ്റ്റീൽ നല്ല ഒരു താപചാലകമായതിനാൽ ചാലനം വഴി താപം നഷ്ടപ്പെടുന്നു. അപ്പോൾ തുറന്നിരിക്കുന്നതിനാൽ സംവഹനം വഴിയും വികിരണം വഴിയും താപം നഷ്ടപ്പെടുന്നു. എന്നാൽ ചില്ല് ഗ്ലാസ് നല്ല ചാലകമല്ല, അപ്പം അതിനാൽ ചാലനം വഴി കൂടുതൽ താപം നഷ്ടപ്പെടുന്നില്ല. അടച്ചു വെച്ചിരിക്കുന്നതിനാൽ സംവഹനവും വികിരണവും വഴിയുള്ള താപനഷ്ടവും കുറവാണ്. അതിനാൽ ചില്ല് ഗ്ലാസ്സിലെ ചായയിലാണ് കൂടുതൽ സമയം ചൂട് നിലനിൽക്കുന്നത്. മനസ്സിലായോ? വായിക്കാം. സ്റ്റീൽ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സോ ദെർഫോർ heat loss occurs through conduction. Since steel tumbler is open, heat is lost through the convection and radiation also. Glass tumbler ആണെങ്കിൽ poor conductor ആണ്, poor conductor of heat. So less heat is lost by conduction since it is covered ചെയ്തിട്ടായിരിക്കണം. So heat loss through convection radiation is minimal. Hence the tea is in the glass tumbler remains hot ഫോർ ലോങ്ങർ ടൈം. കുറേ നേരത്തേക്ക് ചില്ല് ഗ്ലാസ്സിലെ ചായ ചൂടാറാണ്ടിരിക്കുന്നു, അടച്ചു വെച്ചിട്ടുള്ള ചില്ല് ക്ലാസ്സിലെ ചായ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദി എക്സ്പെരിമെന്റ് ഷോൺ ഇൻ ദ പിക്ചർ. ഇഞ്ചക്ഷൻ ബോട്ടിൽ ഫിറ്റഡ് വിത്ത് എ പ്ലാസ്റ്റിക് ട്യൂബ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ബീക്കർ ഓഫ് ഹോട്ട് വാട്ടർ. ദ ടിപ്പ് ഓഫ് ദിസ് ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് അനദർ ജാർ ഫിൽഡ് വിത്ത് വാട്ടർ. വാട്ട് യു ഒബ്സർവ്? അതായത് ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു പരീക്ഷണ ക്രമീകരണം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ ഒരു ബീക്കറിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ട്യൂബിലുള്ള അഗ്രഭാഗം ജലം നിറച്ച മറ്റൊരു ജാറിൻ്റെ അടിഭാഗത്തുള്ള സുഷ്യത്തിലൂടെ കടത്തി വെച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ നിരീക്ഷിക്കുക? എയർ ബബിൾസ് റൈസസ് ഫ്രം ദ സെക്കൻഡ് ജാറിൽ എന്താണ് ഉണ്ടാവുന്നത്? എയർ ബബിൾസ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ഇതിൽ നിന്ന് എന്താണ് എത്തിച്ചേരുന്ന നിഗമനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ഹീറ്റഡ് ദ എയർ ഇൻ ദ ജാർ എക്സ്പാൻഡ്. ഹീറ്റ് ചെയ്യുമ്പോൾ ജാറിനുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ എക്സ്പാൻഡഡ് എയർ എസ്കേപ്പ് ഫ്രം ദ പൈപ്പ് ആസ് ഇറ്റ് നീഡ് മോർ സ്പേസ് ടു ഓക്യുപ്പൈ. അപ്പോൾ അതെന്താണ് ഉണ്ടാവണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ജാറ് അതായത് ചൂടാകുമ്പോൾ എന്താ ഉണ്ടാവണത്? അതായത് ചൂടാകുമ്പോൾ ഒന്നാമത്തെ ബോട്ടിലെ വായു വികസിക്കുകയും സ്ഥലം തികയാതെ വരുമ്പോൾ അത് ട്യൂബിനുള്ളിലൂടെ പുറത്ത് കിടന്നിട്ട് വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്, പാഠം കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.
Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.